സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നാം കർത്താവിനെയാണോ ആദ്യം അറിഞ്ഞത്, അതോ കർത്താവാണോ നമ്മെ ആദ്യം അറിഞ്ഞത്? അവൻ ആദ്യമേ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുവാൻ ഇടയായത്. അപ്പോൾ എപ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുവാൻ ഇടയായത്? നമ്മുടെ പയ്യന്മാരൊക്കെ പറയാറുണ്ട്, ഞങ്ങളും സ്നേഹത്തിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട് എന്ന്. കൗമാരപ്രായത്തിലുണ്ടാകുന്നതായ ഒരു തരത്തിലുള്ളതായ ആകർഷണത്തെ അവർ സ്നേഹമാണെന്ന് വിചാരിച്ച് ആ പ്രായമാകുമ്പോൾ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്നതായ സമയത്ത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട് ഇതൊക്കെ ഇപ്പോൾ ശീലമായിരിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്നതായ ആ അമ്മമാരുടെ അപ്പന്മാരുടെ സ്നേഹത്തേക്കാൾ ഒരു 18 ദിവസം അല്ലെങ്കിൽ 18 മണിക്കൂർ അല്ലെങ്കിൽ 18 നിമിഷമായേക്കാം പരിചയമുള്ളതായ ഒരു വ്യക്തിയോട് എവിടെയുമില്ലാത്തതായ സ്നേഹം കാണിക്കുന്നത് കാണാം. അതുപോലെ ദൈവവും നീ പാടിയതായ പാട്ട് കേട്ടിട്ടാണോ നിന്നെ സ്നേഹിച്ചത്, അതോ നീ ധരിച്ചതായ നല്ല ഡ്രസ്സ് കണ്ടിട്ടാണോ നിന്നെ സ്നേഹിച്ചത്, അതോ നിനക്കുള്ളതായ നല്ല ജ്ഞാനം കണ്ടിട്ടാണോ നിന്നെ സ്നേഹിച്ചത്? ദൈവം എപ്പോൾ, എന്തുകൊണ്ടാണ് നമ്മെ അവൻ സ്നേഹിച്ചത്? അവൻ നമ്മെ എപ്പോഴാണ് സ്നേഹിച്ചത്? നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ, മാംസപിണ്ഡമായിരിക്കുമ്പോൾ തന്നെ നമ്മെ അവൻ സ്നേഹിച്ചു. ശിംശോനെ ദൈവം എപ്പോഴാണ് സ്നേഹിച്ചത്? ജനിച്ചപ്പോഴാണോ, അതിനു മുൻപായിരുന്നോ? ജനിക്കുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കളോട് ദൈവം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിന്റെ ഗർഭത്തിൽ ഉരുവാകുന്ന വ്യക്തി എൻ്റെ നാമത്തിനു വേണ്ടി, എനിക്ക് വേണ്ടി നാസീർ വ്രതം അനുഷ്ഠിക്കേണ്ടുന്നവനായിരിക്കണം, എനിക്ക് വേണ്ടി അവൻ വേർതിരിക്കപ്പെട്ടവനായിരിക്കണമെന്ന് പറഞ്ഞു. അവൻ ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയായി തീരും. എൻ്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു തരുന്ന വ്യക്തിയായിരിക്കും. എന്നെ മഹത്വപ്പെടുത്തുന്നതായ വ്യക്തിയായിരിക്കും. എൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. ശിംശോൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ശിംശോനെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ പദ്ധതികളുണ്ടായിരുന്നു. ഹോ, എത്ര വലിയ ദൈവമാണ്! അത് ശിംശോനെക്കുറിച്ച് മാത്രമായിരുന്നോ? ദാവീദ് പറഞ്ഞിട്ടില്ലേ, ഞാൻ പിണ്ഡാകാരമായിരുന്ന സമയത്ത് നിന്റെ കണ്ണുകൾ എന്നെ കണ്ടു. ശമൂവേലിനെ നോക്കുമ്പോൾ ബാലനായിരുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അവനോട് അറിയിച്ചു കൊടുത്തില്ലേ? മോശയെ നോക്കുക, മോശ ജനിച്ച സമയത്ത് മിസ്രൈമിൽ ജനിക്കുന്നതായ ആൺകുട്ടികളെല്ലാം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ സമയമായിരുന്നു. ഒരുപാട് ആൺകുഞ്ഞുങ്ങൾ അതിനോടകം കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ മാതാവ് ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാനിടയായി. അതിനുശേഷം ഒളിപ്പിച്ചു വെക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ വീണ്ടും ഒളിപ്പിക്കുന്നത് അപകടകരമാണെന്ന് അറിഞ്ഞതായ ആ അമ്മ ഒരു ഞാങ്ങണപ്പെട്ടകത്തില് ആ ശിശുവിനെ വെച്ചിട്ട് എന്തു ചെയ്തു? നൈൽ നദിയിൽ ഒഴിക്കപ്പോൾ ഫറവോന്റെ മകൾ കുളിക്കുന്നതായ അവിടേക്ക് ആ ഞാങ്ങണപ്പെട്ടകം ചെന്നു ചേർന്നത് ആകസ്മികമായിട്ട് സംഭവിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ദൈവം മോശയ്ക്ക് വേണ്ടി ആ സമയത്ത്, ആ കഷ്ടതയുടെ സമയത്ത് ഒരു രക്ഷാകേന്ദ്രം ഒരുക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അത്. അതിനു മുൻപ് അവൻ വിചാരിച്ചില്ല മോശ വലിയൊരു നേതാവായിട്ട് മാറുമെന്ന്. അവൻ മിസ്രൈമിലാണ് വളർന്നത്. മിസ്രൈമിലെ കൊട്ടാരത്തിലാണ് അവൻ വളർന്നു വന്നത്. ഫറവോന്റെ കൊട്ടാരത്തിലെ രാജകുമാരനായിട്ട് വളർന്നപ്പോൾ അവൻ മിസ്രൈമിയ വേഷ, ഭാഷ, രീതികളെല്ലാം നോക്കുമ്പോൾ അവൻ തികച്ചും ഒരു മിസ്രൈമിനെ പോലെ തന്നെയാണ് വളർന്നു വന്നത്. എന്നാൽ അവൻ ദൈവത്തിന്റെ പദ്ധതിയിൽ ആയിരിക്കുന്നു എന്നതുകൊണ്ട് ആ ദൈവം സകലതും തക്ക സമയത്ത് നിറവേറ്റുവാൻ ഇടയാകും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കും? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വിജയങ്ങൾ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തത്? എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതായ നിരാശയോടെ ഇന്ന് ആരെങ്കിലും ആയിരിക്കുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ ഒരു കാരണം നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതിക്ക് ദൈവത്തിൻ്റെ സമയം ആയില്ലായിരിക്കാം. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണവൻ. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ പദ്ധതികളെ അവൻ നിറവേറ്റിക്കൊടുക്കുന്ന ദൈവമാണ്. ദൈവത്തിനു വേണ്ടി നാം കാത്തിരിക്കണമോ, അതോ നമുക്ക് വേണ്ടി ദൈവം കാത്തിരിക്കണമോ? ഈ കാലത്ത് നാം ദൈവത്തെയാണ് കാത്തിരിപ്പിക്കുന്നത്. കർത്താവെ, നിൽക്കൂ, കുറച്ച് സമയം കൂടെ നിൽക്കൂ, ഞാൻ ജോലിയൊക്കെ ക്രമീകരിച്ചിട്ട് ഇറങ്ങിയേക്കാം, ഞാൻ വരാം, കുറച്ചു കാലം കൂടെ ഒന്ന് കാത്തു നിൽക്ക്
എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളെ മുൻപോട്ട് മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിന്റെ പകുതി ഭാഗം വ്യർത്ഥമാക്കിയ ആളുകൾ, ജീവിതം പൂർണ്ണമായിട്ടും വ്യർത്ഥമാക്കിയ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ശിംശോന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്താണ് മനോഹയുടെ ഭാര്യയ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി കൊടുത്തിട്ട് പറയുകയാണ്, ഇവനെ എൻ്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കണമെന്ന്. ഇല്ലാതിരുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് ജാഗ്രത വഹിക്കാനിടയാകും. എന്നാൽ ദൈവം തൻ്റെ പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടി തക്ക സമയത്ത് അവരുടെ ഗർഭത്തെ തുറന്ന് താമസിച്ച് കുഞ്ഞുങ്ങളുണ്ടായ ആളുകളുടെ ജീവിതത്തിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ആ കുഞ്ഞുങ്ങൾ ജനിക്കുവാൻ താമസിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി മാത്രം അവരിൽ നിന്ന് മാറിപ്പോവുകയില്ല. ദൈവം അവരെ മറന്നു പോവുകയും ഇല്ല. റാഹേലിന് താമസിച്ചാണ് കുഞ്ഞുണ്ടായത്. എൻ്റെ ജീവിതത്തിന് ഈ നിരാശയാണ്, വേദനയാണ്, ഭാരമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവം കൊടുത്തവനായ യോസേഫ് എത്ര വലിയവനായി നോക്കുക. അതുപോലെ എലിസബത്ത്, സഖരിയാവ്, അവർക്ക് വാർദ്ധക്യകാലത്തായിരുന്നു ദൈവം കുഞ്ഞിനെ കൊടുത്തത്. അവർ ഭക്തരായിരുന്നു, അവർ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ട് പോയവരായിരുന്നു. എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അനേകം ആളുകളും പറയാറുണ്ട്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, എന്നാൽ ഞങ്ങൾ സേവ ചെയ്യുന്നു. മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾ സേവ ചെയ്യുന്നവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെ പറയുന്ന വ്യക്തികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം ആ മക്കളുടെ ജീവിതത്തിൽ, ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് തെളിയിച്ചെടുക്കുന്നതിന് വേണ്ടി ദൈവം 10 വർഷം കഴിഞ്ഞാലും 12 വർഷം കഴിഞ്ഞാലും 13 വർഷം കഴിഞ്ഞാലും ദൈവം ഉദരബലം കൊടുക്കുന്നതായ ദൈവമാണ്. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്ന ദൈവമല്ല. നമുക്ക് താമസമെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യഗ്രതയുള്ളത് കൊണ്ടാണ്. അവൻ തക്ക സമയത്ത് സകലതും ചന്തോചിതമായിട്ട് ചെയ്തു തരുന്ന ദൈവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ വിഷയത്തിൽ നിങ്ങൾ ധൃതി കൂട്ടേണ്ട, നിങ്ങൾ വ്യഗ്രതപ്പെടേണ്ട. ചിലർ പറയും, ഈ മാസം തന്നെ നടക്കണം, 30 വയസ്സായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ 30 തന്നെയാണ് കല്യാണം കഴിഞ്ഞത്. എല്ലാവർക്കും 30ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിഞ്ഞോ? പോട്ടെ, എല്ലാവർക്കും 27 തന്നെ കഴിഞ്ഞോ? അതോ 25ാമത്തെ വയസ്സിൽ തന്നെ കഴിഞ്ഞോ? ഇല്ല. ഓരോരുത്തരെ കുറിച്ച് ഓരോരോ ഉദ്ദേശങ്ങളാണ്. അതുപോലെ മറ്റുള്ള വ്യക്തികളെ കുറിച്ച് ദൈവത്തിന് അതുപോലെ തന്നെയാണ്. ദൈവം തക്ക സമയത്ത് എല്ലാം ചന്തോചിതമായി ചെയ്യുമെന്നുള്ള വാക്ക് ഓർക്കുക. ആ മാതാവിനോട് പറഞ്ഞു, നിന്റെ കുഞ്ഞിനെ വീഞ്ഞു കുടിപ്പിക്കുവാൻ പാടില്ല, അവൻ വിശുദ്ധനായിട്ട് ജീവിക്കണം, നീയും വിശുദ്ധിയായിട്ട് തന്നെ ജീവിക്കണമെന്ന് പറയാനിടയായി. നീ പ്രാർത്ഥിക്കുന്ന മാതാവാണെങ്കിൽ നിന്റെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞ് പ്രാർത്ഥിക്കുന്നവനാകുകയുള്ളൂ. ഹന്ന പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ടാണ് തൻ്റെ മകനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, ദൈവത്തിന്റെ ആലയത്തിൽ ഏൽപ്പിക്കുവാൻ ഇടയായത്. ഇവിടെ എന്താണ് പറഞ്ഞത്? വീഞ്ഞു കുടിക്കുവാൻ പാടില്ല, അശുദ്ധമായതൊന്നും തുടരുത്. അവൻ ജനിക്കുന്നത് മുതൽ തന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവനെനിക്ക് വേണ്ടി നാസീർ വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ തലമുടികളൊന്നും മുറിച്ചു കളയാതെ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കണം. ഇവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഒരു പ്രത്യേക നിഷ്ഠയോടെ അത് പാലിച്ചുകൊണ്ട് വേർതിരിച്ച് വളർത്തിക്കൊണ്ട് വരിക എന്നാണ് അർത്ഥം. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ മക്കളെ അങ്ങനെ ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഇതുവരെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഞങ്ങളുടെ ടിവിയിൽ വരുന്നതായ അസഭ്യമായ ചിത്രങ്ങൾ ഞാൻ കാണുകയില്ല, ടിവിയിൽ വരുന്ന സിനിമ പോലും ഞങ്ങൾ കാണുകയില്ല. ചില ആളുകൾ പറയാറുണ്ട്, TV ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മമ്മി അത് ഭൂതത്തിൻ്റെ പടമാണ്, നിർത്തൂ, ഭൂതത്തിൻ്റെ പടമാണ്, നിർത്തൂ എന്ന് കുട്ടികൾ പറയാറുണ്ട് എന്ന്. എന്താണ്, നിങ്ങളുടെ മക്കൾ അങ്ങനെയുള്ള മക്കളാണോ? അതോ എടാ TV കാണരുതടാ, ഒന്ന് നിർത്തടാ, ആ മമ്മി പോ, ആ ഡാഡി പോ എന്ന് പറയുന്ന കുട്ടികളാണോ ഉള്ളത്? ഈ TV കാണുന്നതിൽ കൂടി ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഞാൻ നീലഗിരി എന്നതായ സ്ഥലത്ത് വേല ചെയ്യുമ്പോൾ അവിടെയുള്ളവർക്ക് പുറം കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് ലോകത്തിൽ നടക്കുന്നതായ സമ്പ്രദായങ്ങളോ രീതികളോ ഒന്നും തന്നെ അവർക്ക് അറിയുകയില്ല. നിഷ്കളങ്കരായിരിക്കുന്നതായ ആളുകൾ. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അവർ വളരെ സംതൃപ്തിയോടെ ജീവിച്ചിരുന്നവരാണ്. ആഹാരം ഒന്നും അവർക്ക് കഴിക്കുവാനില്ല എങ്കിലും ശരി, അവർ സംതൃപ്തിയോടെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. കാട്ടുമൃഗങ്ങളെ പിടിച്ചിട്ട് ഇടയ്ക്കൊക്കെ അവർ ഭക്ഷിക്കുമായിരുന്നു. അതുപോലെ കിട്ടുന്ന കായ്കനികൾ ഭക്ഷിച്ച് തണുപ്പ് സമയത്ത് തീ കാഞ്ഞിട്ട് അവിടെ തന്നെ അവർ കിടന്നുറങ്ങുമായിരുന്നു. കറണ്ടില്ല, ഒന്നുമില്ലായിരുന്നു. ബസ് എന്താണെന്നറിയില്ല, ട്രെയിൻ എന്താണെന്നറിയില്ല. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം
അവിടെ ദൈവവേല ചെയ്തു 1991 മുതൽ. പിന്നെ 2001 ഞങ്ങൾ അവസാനമായിട്ട് അവിടെ പോയ സമയത്ത് അവരുടെ ജീവിതത്തിൽ ദിനംതോറും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ആരംഭിച്ചു. അവരുടെ ചെവിയിലും മൂക്കിലുമൊക്കെ ആഭരണങ്ങൾ ധരിക്കുകയും നിറമുള്ള സാരികൾ ധരിക്കുക, അതുപോലെ പലതരത്തിലുള്ളതായ ആഭരണങ്ങൾ, അതുപോലെ വസ്ത്രങ്ങൾ, ഇവയെല്ലാം കാണുവാനിടയായി. ഞങ്ങൾ ചോദിച്ചു, ഇവയെല്ലാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ പറയാണ്, സർക്കാർ ഞങ്ങൾക്കൊരു TV നൽകിയെന്ന്. എന്താണ് TV കണ്ടു തുടങ്ങിയപ്പോൾ അവർ അവിടെ നിന്നും ദൂരദേശത്തുള്ളതായ മാർക്കറ്റിലേക്ക് പോയി, അതായത് അവിടെ നിന്നും 10-60 കിലോമീറ്റർ ദൂരം മല കയറി ഇറങ്ങി, തോടൊക്കെ കയറി ഇറങ്ങി അവർ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ആഴ്ചയിൽ ഒരു ദിവസം വലിയൊരു ചന്ത നടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുവാനിടയായി. അതിന് പണം എവിടെ നിന്നാണോ ചോദിക്കുന്നത്. പണമില്ലാതിരുന്നപ്പോൾ അവർ കോഴിയെ കൊണ്ടുകൊടുത്തു, മുട്ട കൊണ്ടുകൊടുത്തു, പാല് കൊണ്ടുകൊടുത്തു. അവയൊക്കെ കൊണ്ടുകൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ സാധനങ്ങൾ വാങ്ങിച്ചു. എങ്ങനെയാണ് കൾച്ചർ? എന്താണ് ഈ കൾച്ചർ? സംസ്കാരം എങ്ങനെയാണ് വരുന്നത്? ലോകത്തിലുള്ളതായ രീതികൾ, വേഷഭൂഷാദികൾ, ലോകത്തിലുള്ളതായ അന്ധവിശ്വാസങ്ങൾ, ഇവയെല്ലാം തന്നെ ആചരിക്കാതെ ദൈവമക്കൾ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. ഞാൻ അസഭ്യം കാണുകയില്ല, ഞാൻ അസഭ്യമായിട്ട് സംസാരിക്കുകയില്ല, ഞാൻ ലോകത്തിലുള്ള മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കില്ല. ഇന്ന് ക്രിസ്തീയ വിവാഹങ്ങൾ നോക്കിയാലും അതിൽ 99% കാണുന്നത് ലോകകാര്യങ്ങളാണ്. ദൈവഭക്തിയില്ല, പ്രാർത്ഥനയില്ല. ഭക്തിസിംഗിൻ്റെ സഭകളിൽ കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? കല്യാണ ചെറുക്കനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും ആദ്യം എന്ത് ചെയ്യിക്കുമെന്നറിയാമോ? ആദ്യം അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. വെറുതെയല്ല, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, അവർ രണ്ടുപേരും വായി തുറന്ന് അവിടെ പ്രാർത്ഥിക്കണം. അവരുടെ കൈകളിൽ മാലയോ മോതിരമോ ഒന്നും തന്നെ കാണില്ല. അവർ കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? അവരുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നതെന്നറിയാമോ? അവരുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരിക്കും. ആ രീതി നമ്മളും അവലംബിച്ചാൽ അനേകം ആളുകൾ ചർച്ച വിട്ടു പോകും. ഞങ്ങൾക്ക് വേറെ പാസ്റ്റർ ഉണ്ടെന്ന് പറയും. ഇന്ന് അനേകം ആളുകൾ അതാണ് പറയുന്നത്. എന്താണ്? ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്നതായ ദൈവദാസനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരെ വേണ്ട. ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ തലകുലുക്കിയിട്ട് ഒരു കളിപ്പാവയെപ്പോലെ തന്നെ ടിങ് 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 തലയാട്ടിക്കൊണ്ടിരിക്കുന്ന അനുസരിക്കുന്നതായ ഒരു ദൈവദാസൻ എന്തു ചെയ്താലും അനുസരിക്കുന്നവനായിരിക്കണം. അങ്ങനെയല്ല, ദൈവദാസൻ പറയുന്നതായ വാക്കുകൾ സഭ കേൾക്കണം. ദൈവം പറയുന്നതായ വാക്കുകൾ ദൈവദാസൻ കേൾക്കണം. ബൈബിളിലില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പിശാചിനെ സംബന്ധിച്ചുള്ളതാണ്. ഈ ലോകം വിട്ടുപോകുമ്പോൾ നാം, ദൈവമേ, ഞാൻ ഈ ലോകത്തിൽ നിന്റെ ഹിതപ്രകാരം വന്ന് ജനിച്ചു, നിന്റെ ഹിതം ഞാൻ ചെയ്യാനിടയായി, പൂർത്തിയായി ഞാൻ നിന്റെ അരികിലേക്ക് വരുന്നു എന്ന് പറയുവാനിടയാകണം. D.L. മൂഡി മരിക്കുന്ന സമയത്ത് ആഹാ എൻ്റെ പട്ടാഭിഷേകം എന്ന് വിളിച്ചു പറയാനിടയായി. ജോൺ വെസ്ലി എന്ന ദൈവദാസൻ മരിക്കുന്ന സമയത്ത് ക്രിസ്തു വിജയി എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം വിജയിയാണ്, ക്രിസ്തു വിജയാണെന്ന് പറഞ്ഞാണ് മരിച്ചത്. നമ്മുടെ മരണം എങ്ങനെയായിരിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവത്തിന് വിലയേറിയതായിരിക്കണം. ദൈവത്തിൻ്റെ പരിപൂർണമായ പദ്ധതി നിറവേറ്റാം. എഴുന്നേറ്റ് നിൽക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. വായി തുറക്കുക. കുറച്ചു സമയം നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, മകനായിട്ട്, മകളായിട്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട്, ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുകയാണ്, ആരാധിക്കുകയാണ് കർത്താവേ. എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നിനക്ക് വലിയ പദ്ധതികളുണ്ട്. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു കണ്ണും കാണാത്തതായ, ഒരു ചെവിയും കേൾക്കാത്ത ഒരുപാട് വലിയ പദ്ധതികളുണ്ട്. നിന്റെ ജീവിതത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ ആർക്കും അറിയുകയില്ല. ദൈവമേ, നിന്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുമാകട്ടെ. ദൈവമേ, നിന്റെ ഇഷ്ടം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം പദ്ധതിയെല്ലാം ഉപേക്ഷിച്ച് ക്രൂശെടുത്തുകൊണ്ട് നിന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് പറഞ്ഞതായ പൗലോസിനെ പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരി, കേൾക്കുന്നുണ്ടോ? നീ കുടുംബത്തെ പണിയുന്നതായ ഒരു സ്ത്രീയാണോ? നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു സ്ത്രീയാണോ? നിന്റെ മക്കൾക്ക് ഒരു മാതൃകയായി ജീവിക്കുന്നുണ്ടോ? പ്രിയ ഭർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടല്ലോ. എന്നാൽ എല്ലാത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്വഭാവം നിന്നിലുണ്ടോ?
എല്ലാവരും വായ് തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന വചനം നമ്മുടെ വീട്ടിൽ കേൾക്കണം. നിന്റെ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, വഴിതെറ്റിപ്പോകുന്നു. നീയും അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. നീ ദൈവത്തോട് അപേക്ഷിക്കുന്നില്ല. യൗവനക്കാരാ, നിന്റെ നോട്ടം എങ്ങനെയാണ്? നിന്റെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ്? നീ ആരോടാണ് സഹവാസം ചെയ്യുന്നത്? യൗവനക്കാരാ, ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാതിനു മുൻപ് തന്നെ ദൈവം നിന്നെ അറിഞ്ഞു. നിന്റെ മാതാപിതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കുന്ന വ്യക്തികളാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ മാതാപിതാക്കളുടെ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട്, നിന്നെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുള്ള ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നീ എന്താണ് നേടാൻ പോകുന്നത്? നിന്നോടുള്ള സ്നേഹം കാരണം നിന്റെ വീട്ടുകാർ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നത് നിനക്ക് സന്തോഷമാണോ? നീ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക. ദൈവമേ, നിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കാം, ഞാൻ നിന്റെ സ്വത്താകുന്നു, നിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാമെന്നൊരു തീരുമാനമെടുക്കുക. പ്രാർത്ഥന. കർത്താവേ, നിന്റെ കാൽപാദങ്ങളെ പിന്തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് വേണ്ടി തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിന്റെ പദ്ധതികൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾ നീ നൽകിയിരിക്കുന്ന ദാനമാണല്ലോ. ഞങ്ങളുടെ മക്കളിൽ ആരും തന്നെ നരകത്തിലേക്ക് പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാനോ നരകത്തിൽ പോകാനല്ലോ നീ തന്നത്. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി, നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നിന്റെ രാജ്യത്തിൽ വലിയ ആളുകളായി തീരുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ലോകം നശിച്ച ലോകമാണ്. എവിടെ നോക്കിയാലും ലോകത്തിന്റെ ആശകളാണ്. എവിടെ നോക്കിയാലും മായവും മന്ത്രവും കെണികളുമാണ്. എവിടെ നോക്കിയാലും ക്രൂരതയും ദുഷ്ടതയും പാപവുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ മക്കളെ നടത്തുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അവരുടെ നോട്ടം എപ്പോഴും നിന്നിൽ തന്നെ ആയിരിക്കണം. കർത്താവേ, ഞങ്ങൾ മാതാപിതാക്കളായിട്ട്, ഞങ്ങൾ സഭയായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നിന്റെ പാദം പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. കണ്ണുനീരോടുകൂടി നിന്റെ രാജ്യത്തിലേക്ക് അവരെ ചേർക്കുവാൻ സഹായിക്കണമേ. ഈ ദിവസം ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങളെ മുന്നമേ അറിഞ്ഞ കർത്താവേ, ഞങ്ങളിലുള്ള നിന്റെ പദ്ധതികൾ മാത്രമേ നടക്കാവൂ. ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഹിതമാണ്. ഈ ലോകമല്ല, നിന്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ നാമം മഹത്വപ്പെടണം. ഈ ദിവസം ഞങ്ങളെ എല്ലാവരും നീ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ നടപ്പുകളെ ക്രമപ്പെടുത്തുകയാണ്, ഞങ്ങളുടെ മാർഗങ്ങളെ ക്രമപ്പെടുത്തുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നിന്റെ കരങ്ങളിൽ വഹിക്കണമേ. ഞങ്ങൾക്കുള്ളതായ ബാക്കിയുള്ള ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, മരണം വരെയും വിശ്വസ്തനായിട്ട് ജീവിക്കുവാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ, 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 യേശുവേ.